ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവൻ്റെ ഇഷ്ടക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അറിഞ്ഞും അറിയാതെയും ഒക്കെ ജീവിതത്തിൽ ഇതുവരെ ചെയ്തുപോയ സർവ്വ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് അവൻ്റെ ഏറ്റവും വലിയ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർണ്ണമായി മാപ്പ് തന്ന് മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ, മറ്റ് ജീവിതത്തിൽ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന മുഴുവൻ പ്രയാസങ്ങളും സങ്കടങ്ങളും ശിഫ തന്ന് സലാമത്ത് തന്ന് സമാധാനം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, മസ്ജിദിൻ്റെ പരിസരത്ത് പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട മുഴുവൻ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ പടച്ച റബ്ബ് ഈ ദിവസത്തിൻ്റെയും ഈ മാസത്തിൻ്റെയും വെളിച്ചം അവർ ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് നസീബാക്കി സന്തോഷിപ്പിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റജബ് മാസം നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. പതിവിന് വിപരീതമായി നമ്മുടെ നാട്ടിൽ പോലും റജബിൻ്റെ പിറ ദൃശ്യമാവുകയും നമ്മളൊക്കെ അത് കാണുകയും ചെയ്തവരാണ്. റജബിൻ്റെ 2ാമത്തെ ദിവസമാണ് നമ്മൾ വിശുദ്ധമായ റജബിലെ ആദ്യത്തെ ജുമഅയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ. വിശുദ്ധമായ റമളാനിലേക്ക് നീ ഞങ്ങളെ കൊണ്ടെത്തിക്കണേ പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റജബ് മാസം വളരെയേറെ പ്രത്യേകതകളുള്ള അനുഗ്രഹീതമായ മാസമാണ്. വിശുദ്ധമായ റമളാനിനെ പറ്റി അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, റമളാൻ അത് ഷഹ്റു ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിൻ്റെ മാസമാണ് എന്നാണെങ്കിൽ, കടന്നു വരാൻ പോകുന്ന ശഅബാനിനെ പറ്റി റസൂല് പറഞ്ഞത് അത് ഷഹ്രി, എൻ്റെ മാസമാണ് എന്നാണെങ്കിൽ, ഈ റജബിനെ പറ്റി അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത് ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്നാണ്. മാസങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ മാസമാണ്. പ്രത്യേകം റജബിനെ പറ്റി ഷഹ്റുല്ലാ, അള്ളാഹുവിൻ്റെ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്താൻ കാരണം, ഈ റജബ് മാസത്തിന് ആ നിലക്കുള്ള ഒരു പ്രാധാന്യവും മഹത്വവും പടച്ച റബ്ബിൻ്റെ അടുക്കലുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിൻ്റെ സർവ്വ അനുഗ്രഹങ്ങളും നമുക്ക് നസീബാക്കി പടച്ചവൻ സന്തോഷിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് റജബിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അമൽ. അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കുക.
അത് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിൽ മാത്രം ഒതുക്കി നിർത്താതെ ഈ റജബ് തുടങ്ങിയത് മുതൽ റമളാനിന്റെ പിറ കാണുന്നതുവരെ നിസ്കാരങ്ങൾക്ക് ശേഷവും അല്ലാത്ത സമയങ്ങളിലും ഒക്കെ ഒരു സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് വെളിയിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. റജബിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായി 2 പ്രത്യേകതകളാണ് പരിശുദ്ധമായ ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒന്നാമത്തത്, ഇത് യുദ്ധം ഹറാമാക്കപ്പെട്ട, നിങ്ങളിൽ നിന്ന് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചേക്കരുത് എന്ന് പരിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് തന്ന മിൻഹ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ അത് ഏറ്റവും പവിത്രമാണ്, പരിശുദ്ധമാണ് എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തന്ന മാസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു മാസമാണ് റജബ് എന്നുള്ളതാണ്. ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫി കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും ذلك الدين القيم فلا تظلموا فيهن أنفسكم. മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ ഏറ്റവും പരിശുദ്ധമാണ്, പവിത്രമാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തി തന്ന അത് ദുൽഖഅദ മാസമാണ്, ദുൽഹിജ്ജ മാസമാണ്, മുഹറം മാസമാണ്. 4-മത്തേത് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ള പരിശുദ്ധമായ റജബ് മാസമാണ്. പവിത്ര മാസങ്ങൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ 4 മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് വിശുദ്ധമായ റജബ്. അതോടൊപ്പം കടന്നു വരാൻ പോകുന്ന ശഅബാനിന്റെയും റമളാനിന്റെയും കവാടമാണ് പരിശുദ്ധമായ റജബ് മാസം. ശഅബാനാണ് തൊട്ടടുക്കൽ. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിരുന്ന, ഏറ്റവും കൂടുതൽ ഇബാദത്തിൽ ശ്രദ്ധിച്ചിരുന്ന മാസമാണ് ശഅബാൻ. ആ ശഅബാനിലേക്കുള്ള കവാടമാണ്. റമളാനിനെ പറ്റി നമുക്ക് പറയേണ്ടതില്ല. ആ റമളാനിലേക്കുമുള്ള കവാടമാണ് വിശുദ്ധമായ റജബ് മാസം. ആ നിലക്ക് കടന്നു വരുന്ന 1-ലധികം പുണ്യമാസങ്ങളിലേക്കുള്ള കവാടമാണ് റജബ്. യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. തെറ്റ് സംഭവിച്ചേക്കരുത് എന്ന പരിശുദ്ധമായ ഖുർആൻ മുന്നറിയിപ്പ് തന്ന പവിത്ര മാസങ്ങൾ എന്ന് അല്ലാഹ് തന്നെ പരിചയപ്പെടുത്തിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ഷഹ്റുല്ലാഹ്, അള്ളാഹുവിന്റെ മാസം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന മാസമാണ്. അതുകൊണ്ട് ആഖിറത്തിനു വേണ്ടി ഈ സമയങ്ങൾ മുതൽക്കൂട്ടാക്കാൻ നമുക്ക് കഴിയണം. ആഖിറത്തിനു വേണ്ടി മുതൽക്കൂട്ടാക്കാൻ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, അത് കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കാൻ അള്ളാഹുവിനോട് ബർക്കത്ത് ചോദിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളിലും. അല്ലാഹു സുബ്ഹാനഹു വ തആല റജബിലും ശഅബാനിലും നമുക്ക് ബറക്കത്ത് തന്ന് വിശുദ്ധമായ റമളാനിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തമറ ഫീ റജബ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉംറ നിർവഹിച്ചത് വിശുദ്ധമായ റജബ് മാസത്തിലാണ്. റസൂല് ഉംറ നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത മാസം റജബ് മാസാണ്. ബുഖാരി ഇമാം, മുസ്ലിം റഹ്മഹുല്ലാ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സഹീഹായ ഹദീസാണ്.
റസൂൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ധാരാളം അമലുകൾക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുത്ത മാസാണ്. ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് ചോദിച്ചു, യാ റസൂൽ അള്ളാഹുവിന്റെ റസൂലെ, അമാ തഅരിഫുനി, അങ്ങക്കെന്നെ മനസ്സിലായോ റസൂലെ? അങ്ങക്കെന്നെ മനസ്സിലായോ? റസൂൽ ചോദിച്ചു, മൻ അൻത, ആരാണ് നീ? എനിക്ക് മനസ്സിലായില്ലല്ലോ. ആ മനുഷ്യൻ പറഞ്ഞു, അനൽ ബാഹിലിയുല്ലദീ ജിഅ്തുക ആമൽ അവ്വൽ, കഴിഞ്ഞ വർഷം അങ്ങയുടെ അടുക്കലേക്ക് വന്ന, അങ്ങയെ കണ്ട് മടങ്ങിപ്പോയ ബാഹിലി ഗോത്രത്തിലെ ആ മനുഷ്യനാണ് നബിയെ. ഞാൻ കഴിഞ്ഞ വർഷം അങ്ങയുടെ അടുക്കൽ വന്നിരുന്നല്ലോ. അള്ളാന്റെ റസൂൽ ആ മനുഷ്യനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്കെന്ത് സംഭവിച്ചു? ഇതെന്തു കോലമാണ് നിന്റേത്? നീ കഴിഞ്ഞ വർഷം വന്നപ്പോ നിന്നെ കാണാൻ ഒരു ഹുസ്നുൽ ഹൈഅത്ത് ഉണ്ട്, നല്ല മൊഞ്ചായിരുന്നല്ലോ നിന്നെ കാണാൻ. നിന്റെ ശരീരവും നിന്റെ രൂപവും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇപ്പൊ നിനക്ക് എന്ത് പറ്റി? കണ്ടാൽ തിരിച്ചറിയാത്ത രൂപമാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ അള്ളാന്റെ റസൂലിനോട് പറഞ്ഞു, അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നോമ്പുകാരനാണ് നബിയെ. രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ റസൂലെ. കഴിഞ്ഞ വർഷം അങ്ങയുടെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോയ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നോമ്പുകാരനാണ്. രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. അള്ളാന്റെ റസൂൽ ചോദിച്ചു, ലിമ അദബ്ത നഫ്സക, എന്തിനാണ് നീ നിന്റെ ശരീരത്തെ ഇങ്ങനെ കഷ്ടപ്പെടുത്തിയത്? ഒരു വർഷക്കാലം തുടർച്ചയായി എല്ലാ ദിവസവും നോമ്പ് പിടിച്ച് നിന്റെ ശരീരത്തെ ഇങ്ങനെ നീ കഷ്ടപ്പെടുത്തിയത് എന്തിനാണ്? അതുകൊണ്ട് സൗമസ്സബർ, ക്ഷമയുടെ മാസമാകുന്ന റമദാനിൽ നീ നോമ്പ് പിടിച്ചാൽ മതി. വയൗമൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും ഓരോ ദിവസവും, മറ്റു മാസങ്ങളിൽ ഓരോ ദിവസവും നീ നോമ്പ് പിടിച്ചോ. ആ മനുഷ്യൻ പറഞ്ഞു, സിദ്നി ഫഇന്ന ബി ഖുവ്വ, റസൂലേ കുറച്ചുകൂടി എനിക്ക് കൂട്ടിത്താ നബിയെ, അതിനേക്കാൾ എനിക്ക് ആരോഗ്യമുണ്ട് നബിയെ. എല്ലാ മാസവും ഒരു ദിവസം, അതിനേക്കാൾ അല്പം കൂടി കൂട്ടിത്താ. റസൂല് പറഞ്ഞു, സും യൗമൈനി, എങ്കിൽ 2 ദിവസം നോമ്പ് പിടിക്കുക. വീണ്ടും ആ മനുഷ്യൻ പറഞ്ഞു, ഇനിയും വേണം നബിയെ, അതിനേക്കാൾ ആരോഗ്യമുണ്ട്. റസൂല് പറഞ്ഞു, സലാസത്ത അയ്യാം, 3 ദിവസം നോമ്പ് പിടിക്കുക. അപ്പോഴും ആ മനുഷ്യൻ പറഞ്ഞു, സിദ്നി, ഇനിയും വേണം നബിയെ. റമദാൻ കൂടാതെ മാസത്തിൽ 3 ദിവസം മാത്രമല്ല, അതിനേക്കാൾ നോമ്പ് പിടിക്കാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, സുമ്മിനൽ ഹുറുമി വത്റുക്, എങ്കിൽ പവിത്രമായ മാസങ്ങളിൽ, പവിത്രമായ മാസങ്ങൾ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ മാസങ്ങളിൽ നീ അധികമായിട്ട് നോമ്പ് പിടിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ പവിത്രമായ മാസങ്ങൾ എന്ന് ഖുർആൻ പറഞ്ഞ ആ മാസങ്ങളിൽ നീ കൂടുതൽ, അതും മാസം മുഴുവനും നോമ്പ് പിടിക്കാനല്ല, നോമ്പ് പിടിക്കണം, ഇടക്ക് ഒഴിവാക്കണം, തുടർച്ചയായി നോമ്പ് പിടിക്കല്ല. കൂടുതൽ നോമ്പ് പിടിക്കണമെങ്കിൽ നീ ആ പവിത്രമായ മാസങ്ങളിൽ നീ നോമ്പ് പിടിച്ചോ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുത്തു. അധികം നോമ്പ് പിടിക്കൽ സുന്നത്തായ മാസങ്ങളിൽപ്പെട്ട, കൂടുതൽ ഇബാദത്തിന്റെ കാര്യത്തിൽ വിശ്വാസികൾ ശ്രദ്ധിക്കേണ്ട സമയങ്ങളിൽപ്പെട്ട സമയമാണ് വിശുദ്ധമായ റജബ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ സംഭവം. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത്? ഞാൻ പറയുന്നു, നിങ്ങൾ കേൾക്കുന്നു, ഞാനും നിങ്ങളും ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളൊക്കെ വീഴ്ചകളുള്ളവരാണ്. വീഴ്ചകൾ ജീവിതത്തിൽ സംഭവിക്കാത്ത ആരുമില്ല. ചിലർക്ക് ഇബാദത്തിലായിരിക്കും, മറ്റു ചിലർക്ക് ജീവിതത്തിലായിരിക്കും, ചിലർക്ക് ജീവിതത്തിലും ഇബാദത്തിലായിരിക്കും. അത്തരം വീഴ്ചകളൊക്കെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചു പോകുന്നുണ്ട്. പക്ഷേ
കണ്ണ് തുറക്കാനും തിരുത്താനും സമയമായിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് ഇത്തരം സമയങ്ങൾ, റജബ് പോലുള്ള സമയങ്ങൾ. തിരുത്താൻ സമയം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സമയം, ആഖിറത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ആഖിറത്തിനു വേണ്ടി മുതൽ കൂട്ടാക്കേണ്ട സമയമാണ്. നഷ്ടമെന്ന് പറഞ്ഞാൽ ദുന്യാവിലെ നഷ്ടമല്ലല്ലോ, ആഖിറത്തിലെ നഷ്ടമാണ്. നമ്മൾ ഈ ദുന്യാവിൽ ആരായി എങ്ങനെ ജീവിച്ചാലും മരണത്തോടുകൂടെ തീരാണ്. 3 കഷ്ണം തുണി മാത്രം, 1 മീറ്ററിന് 100 രൂപ പോലും വിലയില്ലാത്ത, പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞു ചേരുന്ന, ദ്രവിച്ചു ചേരുന്ന, നുരുമ്പിപ്പോകുന്ന, വില കുറഞ്ഞ നിസ്സാരമായ 3 കഷ്ണം തുണിയല്ലാതെ മരിച്ചാൽ മറ്റെന്തുണ്ട് ദുന്യാവിൽ നിന്ന് കൊണ്ടുപോകാൻ? അതുകൊണ്ട് ദുന്യാവിലെ നഷ്ടമല്ല, ആഖിറത്തിലെ നഷ്ടം വരാതെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് തിരിച്ചറിയാനുള്ള സമയമാണ് ഇത്തരം സമയങ്ങൾ. ആഖിറത്തിൽ നഷ്ടം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനോട് ഒരിക്കൽ ചോദിച്ചു, ലവിത്തഖദ്നാ ലക വിതാഅ, റസൂലേ ഒരു വിരിപ്പുണ്ടാക്കി തരട്ടെ നബിയേ, അങ്ങേക്ക് കിടക്കാൻ ഒരു വിരിപ്പുണ്ടാക്കി തരട്ടെ നബിയേ. ഈത്തപ്പന പട്ടയിൽ കിടന്നുറങ്ങിയ നബിയുടെ ശരീരത്ത് അതിന്റെ അടയാളങ്ങൾ കണ്ടപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഇത് ചോദിച്ചത്. റസൂൽ മറുപടി കൊടുത്തു, മാലി വലിദ്ദുനിയാ. ഇബ്നു മസ്ഊദേ, മോനെ എനിക്കെന്ത് ദുനിയാവ്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കാൻ, മാലി വലിദ്ദുനിയാ, എനിക്കെന്ത് ദുനിയാവ് മോനെ? മാ അന ഫിദ്ദുനിയാ ഇല്ലാ കറാകിബിൻ, ഈ ദുനിയാവിൽ ഞാനൊരു യാത്രക്കാരനെ പോലെ മാത്രമല്ലേ. ഇസ്തലല്ല തഹ്ത ഷജറ സുമ്മ റാഹ വതറകഹാ, യാത്രക്കിടക്ക് ഒരു മരത്തിന്റെ തണൽ കണ്ടപ്പോൾ അല്പനേരം തണൽ കൊള്ളാൻ വേണ്ടി ആ മരത്തിന്റെ താഴെ വിശ്രമിച്ച ഒരു യാത്രക്കാരനെ പോലെയല്ല ഞാൻ. പിന്നെ എനിക്കെന്ത് ദുനിയാവ്? അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മറുപടി കൊടുത്തുന്ന, ഈത്തപ്പന പട്ടയിൽ കിടന്നുറങ്ങി ശരീരത്ത് പാട് കണ്ട് ഒരു സഹാബി ചോദിക്കുകയാണ്, ഒരു വിരിപ്പുണ്ടാക്കി തരട്ടെ നബിയെ. ഇപ്പോഴാണ് പറയണത്, ഇതൊക്കെ ദുന്യാവല്ലേ, എനിക്കെന്ത് ദുന്യാവ്? ഒരല്പസമയം ഒരു മരത്തിന്റെ താഴെ തണൽ കൊള്ളുന്ന ഒരു യാത്രക്കാരനെ പോലെ, അത്രയല്ലേ ഉള്ളൂ. കിടന്നുറങ്ങി എഴുന്നേറ്റ റസൂലിന്റെ ശരീരത്ത് ഈത്തപ്പന പട്ടയുടെ മടലിന്റെ അടയാളങ്ങൾ കണ്ടപ്പോൾ അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബി ഉമർ റളിയല്ലാഹു തആല അൻഹു കരഞ്ഞുപോയ സംഭവം നമുക്കറിയാം. റസൂല് ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി ഉമറെ? എന്തിനാണ് നീ കരയുന്നത്? ഉമർ റളിയല്ലാഹു തആല അൻഹു മറുപടി കൊടുത്തു, അള്ളാഹുവിന്റെ റസൂലാകുന്ന അങ്ങ് കിടന്നുറങ്ങുന്നത് ഈത്തപ്പനപ്പട്ടയിൽ, അള്ളാഹുവിന്റെ ശത്രുക്കൾ കിടന്നുറങ്ങുന്നത് പട്ടുമത്തയിലും, അതോർത്തിട്ടാണ് നബിയെ ഞാൻ കരഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ റസൂല് പറഞ്ഞു, ലഹുമുദ്ദുനിയാ, അവര് ദുന്യാവ് എടുത്തോട്ടെ ഉമറേ, വലനൽ ആഖിറ, നമുക്ക് ആഖിറം പോരെ ഉമറേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവര് ദുന്യാവ് എടുത്തോട്ടെ, വലനൽ ആഖിറ. എന്ത് ആശ്വാസം നൽകുന്ന വാക്കാണിത്. നമ്മൾ ദുന്യാവിൽ എങ്ങനെ ജീവിക്കട്ടെ, എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകട്ടെ, എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടാകട്ടെ, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ ആശ്വാസം പകരുന്ന മറ്റേത് വാക്കാൾ? വലനൽ ആഖിറ, നമുക്ക് ആഖിറ ഇല്ലേ? അവിടെ ചെല്ലുമ്പോ അവിടുത്തെ അനുഗ്രഹങ്ങൾ, അവിടുത്തെ വിജയം, അവിടെ നഷ്ടം വരാതിരുന്നാൽ പോരെ ഉമറേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുന്യാവിലെ കുറവുകൾ, നഷ്ടങ്ങൾ, ദുന്യവിയായ നഷ്ടങ്ങൾ, അത് നമ്മുടെ മനസ്സിനെ വ്യാകുലപ്പെടുത്തരുത് എന്നാണ്. ദുന്യാവിലെ കുറവുകൾ, ഏറ്റ വ്യത്യാസങ്ങൾ, അത് നമ്മുടെ
നമ്മുടെ മനസ്സിനെ അത് ടെൻഷനിൽപ്പെടുത്തി ആശങ്കപ്പെടുത്തരുത്, വ്യാകുലപ്പെടുത്തരുത്. വലനല്ലാഹിറ, നമുക്ക് ആഖിറ ഇല്ലേ, പക്ഷേ അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ്. 3:50 അസർ ബാങ്ക് കൊടുക്കുമെങ്കിൽ ആ അസർ നിസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കാൻ നമുക്ക് സാധിച്ചാൽ ആഖിറം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചവരിൽ നമുക്ക് പെടാൻ പറ്റും. ഇന്ന് ജുമാ കഴിഞ്ഞ് 3:50 അസർ ബാങ്ക് കൊടുക്കുമ്പോ അത് ഖളാ ആക്കാതെ നിസ്കരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നുണ്ടോ? അവസരം പ്രയോജനപ്പെടുത്തിയവരാണ് നമ്മൾ. അതല്ലെങ്കിൽ വെറുതെ നഷ്ടപ്പെടുത്തി കളയാണ്. അതല്ലെങ്കിൽ വെറുതെ നഷ്ടപ്പെടുത്തി. ഇന്നാരാണ് നോമ്പുകാരൻ, സുന്നത്ത് നോമ്പുകാരൻ എന്ന് ചോദിച്ചപ്പോ മുന്നിലുള്ള സഹാബത്തെല്ലാം നിശബ്ദനായിരുന്ന സമയത്താണ് അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് റസൂലേ. ഇന്നാരാണ് രോഗികളെ സന്ദർശിച്ചത്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് നബിയേ. വീണ്ടും ഇന്നാരാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകിയത്? അനയാ റസൂലല്ലാഹ്, ഞാനുണ്ട് റസൂലേ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മറുപടിയാണ്. സ്വർഗം ഉറപ്പിച്ച സഹാബി, ആഖിറം വിജയം ഉറപ്പിച്ച സഹാബിയാണ്. സ്വത്ത് മുഴുവനും അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ ദീനിനു വേണ്ടി കൊണ്ടുപോയി സമർപ്പിച്ചപ്പോൾ നിന്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി എന്ത് ബാക്കി വച്ചിട്ടുണ്ട് അബൂബക്കറെ എന്ന് ചോദിച്ചപ്പോൾ അബ്ഖൈതു ലഹും അല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർക്ക് വേണ്ടി ഞാൻ ബാക്കി വച്ചിട്ടുണ്ട് നബിയേ എന്ന് മറുപടി പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവരൊക്കെ പോകുന്ന സ്വർഗ്ഗമല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത്? നമ്മൾ ദുന്യാവിന് വേണ്ടിയാണ് മത്സരം. ദുന്യാവിന്റെ നിസ്സാരമായ എന്തെങ്കിലും ഒരു കാര്യം അത് വിഹിതിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ മത്സരം. 2025 കലണ്ടർ പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ജുമാ കഴിഞ്ഞിട്ട് അവിടെ വിതരണം ചെയ്യും എന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ വീട്ടിൽ 5, 8, 10 കലണ്ടർ ഉണ്ടെങ്കിൽ ആ ഫ്രീ ആയി കിട്ടുന്നത് വാങ്ങാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുന്നവരായിരിക്കും അധികം ആളുകൾ. വീട്ടിലുണ്ട്, പലതും ഉണ്ട്, 5ഉം 10ഉം കിടക്കുന്നുണ്ട്, എങ്കിലും ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ദുന്യാവിന് വേണ്ടി മത്സരമാണ്. ആഖിറത്തിന്റെ വിഷയത്തിൽ പലർക്കും ശ്രദ്ധ ഇല്ലെന്നും കുറഞ്ഞു പോകുന്നു എന്നുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. ജുമുഅയ്ക്ക് വേണ്ടി നേരത്തെ പുറപ്പെടുന്നതിന്റെ കൂലി നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ഒട്ടകം കുതിച്ചു പായും പോലെ വെള്ളിയാഴ്ച ആളുകൾ പള്ളിയിലേക്ക് നേരത്തെ കുതിച്ചു പായുമായിരുന്നു. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസാണ്. ജുമയ്ക്ക് നേരത്തെ വരുന്നതിന്റെ കൂലി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഒട്ടകം കുതിച്ചു പായും പോലെ വെള്ളിയാഴ്ച ജുമയ്ക്ക് ആളുകൾ നേരത്തെ പള്ളിയിലേക്ക് കുതിച്ചു പായുമായിരുന്നു. ഏറ്റവും ആദ്യം വരുന്നവർക്ക് ഒരു ഒട്ടകം അറുത്തു കൊടുത്ത കൂലിയാണ്. രണ്ടാമത്തെ സംഘത്തിന് ഒരു പശുവിനെ അറുത്തു കൊടുത്ത കൂലിയാണ്. മൂന്നാമത്തെ സംഘത്തിന് ഒരു ആടിനെ അറുത്തു കൊടുത്ത കൂലിയാണ്. നാലാമത്തെ സംഘത്തിന് മലക്കുകൾ എഴുതുന്നത് ഒരു കോഴിയെ സദഖ കൊടുത്ത കൂലിയാണ്. അഞ്ചാമത്തെ സംഘത്തിന് മലക്കുകൾ എഴുതുന്നത് ഒരു കോഴിമട്ട കൊടുത്ത കൂലിയാണ്. ഇമാം മിമ്പറിലേക്ക് കയറിയാൽ മലക്കുകൾ രജിസ്റ്റർ അടച്ചു വെക്കും. പിന്നുള്ളവർക്ക് കൂലിയില്ല, പ്രത്യേക കൂലിയില്ല. വെള്ളിയാഴ്ച മലക്കുകളുടെ രജിസ്റ്ററിൽ പിന്നെ അവരുടെ പേരില്ല. ഇമാം മിമ്പറിലേക്ക് കയറിയാൽ, ഖുതുബയ്ക്ക് വേണ്ടി കയറിയാൽ പിന്നെ വരുന്ന ആളുകൾ പ്രത്യേകമായ ജുമുഅയുടെ കൂലി കിട്ടുന്ന ലിസ്റ്റിൽ ആ ആളുകളില്ല എന്നുള്ളത് സത്യം. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യത്തിന്റെ പേരിലാണ് നമ്മളൊക്കെ താമസിച്ചു പോകുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. ഒരാവശ്യമില്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്നവരുണ്ട്, വെറുതെ കടത്തിണ്ണയിൽ വർത്താനം പറഞ്ഞ് സമയം കളയുന്നവരുണ്ട്,
വെറുതെ മൊബൈല് നോക്കി സമയം കളയുന്നവരുണ്ട്. എന്നിട്ട് നോക്കിയിരുന്നിരുന്നിരുന്ന് അവസാനം ജുമുഅയുടെ ഖുത്ബയുടെ സമയമാകുമ്പോ, ഖുത്ബ തീരാറാകുമ്പോ ഒക്കെ കടന്നു വരുന്ന ആളുകളുണ്ടല്ലോ. ആഖിറം രക്ഷപ്പെടുത്താനുള്ള അവസരം. എന്തായാലും ജുമുഅ വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോകാൻ നമ്മൾ നേർച്ചയാക്കി തീരുമാനിച്ച് കാത്തിരിക്കുന്നവരാണ്. അതൊരല്പം നേരത്തെ വന്നാൽ ആഖിറം രക്ഷപ്പെടുത്താനുള്ള വല്ലാത്തൊരവസരല്ലേ. ഒരു കാരണമില്ലാതെ അത് നഷ്ടപ്പെടുത്തി കളയാന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ നഷ്ടം തള്ളത്. നിസ്കാരം കഴിയുമ്പോ ഒരു 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടിയാൽ 5 മിനിറ്റ് ഒരു ദിക്ർ ചൊല്ലാൻ, സ്വലാത്ത് ചൊല്ലാൻ, ഒരു ദുആ ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ ആഖിറത്തിന് മുതൽക്കൂട്ടാൻ. കുറച്ച് സമയം, ജുമുഅയ്ക്കാകട്ടെ അല്ലാത്ത ദിവസം ആകട്ടെ, അത് ആഖിറത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അല്പസമയം 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എന്തെങ്കിലും അത്യാവശ്യത്തിന്റെ പേരിൽ നമ്മൾ എഴുന്നേറ്റ് പോകുന്നുവെങ്കിൽ മനസ്സിലാക്കാം. വെറുതെ എഴുന്നേറ്റ് പോയി സലാം വീട്ടിയ ഉടനെ എഴുന്നേറ്റ് പോയിട്ട് കടത്തിണ്ണെ പോയിരുന്ന് വർത്താനം പറയാ, വെറുതെ വീട്ടിൽ പോയി കിടക്കുക, അതല്ലെങ്കിൽ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ഒരാവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ആ നിസ്കാരം കഴിഞ്ഞിട്ട് ദിക്റും സ്വലാത്തും ദുആഇനും ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനും വേണ്ടി പള്ളിയിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ആഖിറം രക്ഷപ്പെടുത്താനുള്ള അവസരങ്ങളാണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്നത്. ഒരു മസ്ജിദിൽ മുന്നിലെ സഫിനുള്ള മഹത്വം, പ്രത്യേകിച്ച് 1-ാമത്തെ സഫിനുള്ള മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആളുകളുടെ തിരക്ക് കാരണം അവിടെ ഇരിക്കാനുള്ള ആളുകളെ നറുക്കിട്ട് നിങ്ങൾ തെരഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നേനെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നതാണ്. 1-ാമത്തെ സഫിന്റെ മഹത്വം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ തിരക്ക് കാരണം നറുക്കിടേണ്ടി വന്നേനെ നിങ്ങൾക്ക്. പക്ഷേ വെള്ളിയാഴ്ച പോലും 1-ാമത്തെ സഫിൽ നീ ഇരിക്കുക അവനിരിക്കട്ടെ എന്ന മൈൻഡാണ് പലർക്കും. വെള്ളിയാഴ്ച പോലും ജുമുഅയ്ക്ക് പോലും 1-ാമത്തെ സഫിൽ അല്ലെങ്കിൽ മുന്നിലെ സഫിൽ നീ ഇരിക്കട്ടെ അവനിരിക്കട്ടെ, ആ മൈൻഡാണ്. പലരും വെള്ളിയാഴ്ച പുറം പള്ളിയിൽ മാത്രം, ഒരു കാലത്തും ഉള്ളിലെ പള്ളിയിലേക്ക് കയറാത്ത ചില ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാകാം. ഒരു കാലത്തും പുറം പള്ളി എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെടാത്ത സ്ഥലമാണ്. ഉള്ളിലെ പള്ളിയാണ് മസ്ജിദായിട്ട് വഖഫ് ചെയ്യപ്പെട്ടത്. ഒരു കാലത്തും ജുമുഅയ്ക്ക് സമയമുണ്ടായിട്ടും സ്ഥലമുണ്ടായിട്ടും ഉള്ളിലേക്ക് കയറാത്ത ആളുകളൊക്കെ ഉണ്ടാവും. നഷ്ടപ്പെടുത്തിക്കളയാണ് ആഖിറത്തിലേക്കുള്ള അവസരങ്ങൾ. എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാനുള്ള, നമ്മുടെ റിക്കാർഡിൽ രക്ഷപ്പെടാൻ, ആഖിറത്തിൽ രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ മുതൽക്കൂട്ടാകുന്ന അമലുകൾ രേഖപ്പെടുത്തപ്പെടാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തി കളയാണ്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ചുരുക്കാണ്. വിശുദ്ധമായ റജബ് എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള ഒരു പരിശോധനയ്ക്ക് ഞാൻ പറഞ്ഞല്ലോ, കുറവുകളും വീഴ്ചകളും ഇല്ലാത്തവരാരുമില്ല. അത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും തലേക്കെട്ടുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എല്ലാവർക്കും അവരുടേതായ കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടാകും. പക്ഷേ വിശുദ്ധമായ റജബ് എത്ര പെട്ടെന്നാണ്, അടുത്ത റമദാൻ. ആയുസ് ഇങ്ങനെ കൊഴിഞ്ഞു പോകുമ്പോ കഴിഞ്ഞ ആഴ്ച നാം സൂചിപ്പിച്ചതുപോലെ ആ വീഴ്ചകളൊക്കെ തിരുത്താനും കണ്ണു തുറക്കാനും ആഖിറം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം, അതിനുവേണ്ടി ശ്രദ്ധിക്കാനും ഇത്തരം സമയങ്ങൾ പ്രത്യേകം നാം പ്രയോജനപ്പെടുത്തണം എന്നുണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും തൗഫീഖ് പ്രദാനിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.